നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. KPSTA മാറ്റൊലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. KPSTA സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് K. അബ്ദുൾ മജീദ്, സംസ്ഥാന സെക്രട്ടറി PK അരവിന്ദൻ, ട്രഷറർ വട്ടപ്പാറ അനിൽ എന്നിവർ നയിക്കുന്ന വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്കാണ് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത്. സ്വാഗത സംഘം ചെയർമാൻ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെയാണ് നേരിടുന്നത് എന്നുള്ളത് ഈ സർക്കാർ വരുത്തിവെച്ച പ്രശ്നങ്ങളാണ് അതിൽ മഹാഭൂരിപക്ഷം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലം വരെ സർക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകളും മുന്നോട്ട് വച്ചിരുന്ന ഒരു വലിയ അവകാശവാദം ഉണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നുള്ളത്. മറ്റു സ്കൂളുകളിൽ നിന്നൊക്കെ ഇതാ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ കുത്തിയൊലിച്ചൊഴുകി എത്തുകയാണ് എന്ന നിലയിലുള്ള പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ കണക്കുകൾ ഈ അടുത്ത കാലത്താണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നു തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടുകയാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ആകർഷണീയത കുറഞ്ഞതുകൊണ്ടാണോ മറ്റേതെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കുട്ടികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയല്ല, പല സ്ഥലങ്ങളിലും കുറയുകയാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാവുന്ന കാര്യം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. സുനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ P. മനോജ്, ജോൺ പോസ്കോ, KPSTA ജില്ലാ പ്രസിഡന്റ് ഷാജി തെക്കേതിൽ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് MP സതീഷ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. രാധാകൃഷ്ണൻ, ഒറ്റപ്പാലം നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ P. മായ ടീച്ചർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ S. നസീർ ഹുസൈൻ, PK ഹരിനാരായണൻ, K. ശ്രീജേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത്, P. പ്രേമദാസ്, K. ശിവപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.